വയനാട് ദുരന്തത്തിൽ അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് സമൂഹമാധ്യമങ്ങളിൽ വന്ന പോസ്റ്റ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ പോസ്റ്റിലും അശ്ലീലവുമായി ചിലർ രംഗത്ത് വന്നു. ഇത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാനും ചിലർ ആഹ്വാനം ചെയ്തത്. പോസ്റ്റിൽ അശ്ലീല കമന്റിട്ട കണ്ണൂർ സ്വദേശി കെ.ടി. ജോർജ് എന്നയാളെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ കൈകാര്യം ചെയ്തിരുന്ന സംഭവമുണ്ടായിരുന്നു. കണ്ണൂർ പേരാവൂരിനടുത്തെ എടത്തൊട്ടി സ്വദേശിയാണ് കെ.ടി. ജോർജ്. കണ്ണൂരിൽ ജോലി ചെയ്യുന്ന ഇയാൾ ജോലി കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴായിരുന്നു ഒരു കൂട്ടം യുവാക്കൾ ഇയാളെ വളഞ്ഞിട്ട് തള്ളിയത്. ഇയാളുടെ ഫോട്ടോയും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇതിന് പിന്നാലെ മർദ്ദനമേറ്റ് കൈയൊടിഞ്ഞ് കെ.ടി. ജോർജ് ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് കാണിച്ച് മറ്റൊരു ചിത്രവും വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ ഈ ചിത്രം അശ്ലീല കമന്റിട്ട കെ.ടി. ജോർജിൻ്റേത് അല്ലെന്നും തന്റേതാണെന്നും അറിയിക്കുകയാണ് തിരുവനന്തപുരം അരുവിക്കര മൈലം സ്വദേശി രഞ്ജിത്ത് എന്ന് വിളിക്കുന്ന ജി വിശ്വാസ്. സൈബറിടത്തിലെ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ് ഒന്നുമറിയാത്ത ജി വിശ്വാസ്. ജൂലൈ 26-ന് നെയ്യാറ്റിൻകരയിലുണ്ടായ അപകടത്തിൽ കൈക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് വിശ്വാസ്. എക്സിബിഷനും തെരുവോര കച്ചവടവും നടത്തിയാണ് വിശ്വാസ് കഴിഞ്ഞിരുന്നത്. താൻ ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോ എക്സിബിഷൻ പ്രവർത്തകരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വിശ്വാസ് ഇട്ടിരുന്നു. ഈ ഫോട്ടോയാണ് കണ്ണൂരിൽ മർദ്ദനമേറ്റ് കിടക്കുന്ന കെ.ടി. ജോർജിൻ്റേതെന്ന പേരിൽ പ്രചരിച്ചത്. ഫോട്ടോ വെച്ച് വ്യാപക സൈബർ ആക്രമണമുണ്ടായി. ഇതോടെ കടുത്ത മനോവിഷമത്തിലാണ് അദ്ദേഹം. അപകടത്തിൽ കൈ ഒടിഞ്ഞതിനേക്കാൾ വലിയ വേദനയാണ് വ്യാജ പ്രചരണങ്ങൾ കാണുമ്പോൾ തനിക്കുണ്ടാകുന്നതെന്ന് വിശ്വാസ് പറയുന്നു. അപകടത്തിൽ പരിക്കേറ്റ വിശ്വാസിന് ചികിത്സയ്ക്കും സർജറിക്കുമായി ഇനിയും തുക ആവശ്യമുണ്ടായിരുന്നു. സഹായം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എക്സിബിഷൻ പ്രവർത്തകരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടത്. എന്നാൽ അശ്ലീല കമന്റിട്ട് തല്ലുകൊണ്ടയാൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തന്റെ ഫോട്ടോ പ്രചരിക്കുന്നതെന്ന് വിശ്വാസ് വേദനയോടെ പറയുന്നു. തനിക്ക് കുടുംബവും കുട്ടിയുമുണ്ടെന്നും താനല്ല അശ്ലീല കമന്റിട്ടതെന്ന് തിരിച്ചറിയണമെന്നും ഫോട്ടോ പ്രചരിപ്പിക്കരുതെന്നും വിശ്വാസ് അഭ്യർത്ഥിക്കുന്നു. അതിനിടെ പോസ്റ്റിന് അശ്ലീല കമന്റിട്ട മറ്റൊരാളെ ഇന്നലെ ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മുലപ്പാൽ നൽകാമെന്ന പോസ്റ്റിന് അശ്ലീല കമന്റിട്ട ചെർപ്പുളശ്ശേരി സ്വദേശി സുകേഷ് പി മോഹനനാണ് അറസ്റ്റിലായത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ചെർപ്പുളശ്ശേരി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ സമ്മതം അറിയിച്ചുകൊണ്ട് യുവതിയിട്ട പോസ്റ്റിന് താഴെ ലൈംഗിക ചുവയോടുകൂടിയ കമന്റ് പോസ്റ്റ് ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്.